ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയിൽ ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ഈ PDF ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൽ ഇതിന്റെ PDF അപ്ലോഡ് ചെയ്തേക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 1. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. 2. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. തെറ്റാണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. 3. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. ശരിയായിട്ടുള്ളതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7 ആണ്. 1946 ആഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. തെറ്റാണ്. 1946 അല്ല, 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ A ആണ്. 1, 3 ശരി. ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇത് സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണ്. നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറ എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടന. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. അപ്പൊ എന്നാണ് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭ? 1946 അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. പിന്നെയോ, ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി. കണ്ടോ, BR അംബേദ്കർ ചെയർമാനായിട്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കാനായിട്ട് ആരുടെ അധ്യക്ഷതയിലാണ്? ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായിട്ടാണ് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യൻ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ എന്നാണ്? 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു. എന്നാണ് 1950 ജനുവരി 26. അങ്ങനെ ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിന്റെ വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ച് ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അത് നമ്മൾ പറഞ്ഞു. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി, ഭരണഘടന എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് രൂപീകരിച്ചത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം 1947 ഓഗസ്റ്റ് 29. കണ്ടോ, നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നിരുന്നത് 1946 ഓഗസ്റ്റ് 29 എന്നാണ്. തെറ്റാണ്. 1947 ഓഗസ്റ്റ് 9 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗസംഖ്യ 7. അംഗസംഖ്യ എത്രയാണ്? 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ അധ്യക്ഷൻ അഥവാ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇനി 7 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെയാണ് ഈ 7 അംഗങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തത് BR അംബേദ്കർ, അദ്ദേഹമായിരുന്നു ചെയർമാൻ. 2 KM മുൻഷി. 3 മുഹമ്മദ് സാദുള്ള. 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. 5 N ഗോപാലസ്വാമി അയ്യങ്കർ. 6 DP ഖെയ്ത്താൻ. 7 BL മിത്തർ. ഒന്നുകൂടെ പറയാം. 7 പേരാ: BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കർ, DP ഖെയ്ത്താൻ, BL
BL മിത്തർ. ഓക്കെ, അങ്ങനെ 7 പേരായിരുന്നു അംഗങ്ങൾ. ഇതില് DP ഖെയ്ത്താൻ അന്തരിച്ചപ്പോൾ പകരമായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായതാണ് TT കൃഷ്ണമാചാരി. DP ഖെയ്ത്താൻ അന്തരിച്ചപ്പോൾ പകരമായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് ആരാണ്? TT കൃഷ്ണമാചാരി. അതേപോലെ BL മിത്തർ രാജിവെച്ചതോടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായതാണ് N മാധവറാവു. BL മിത്തർ രാജിവെച്ചപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് ആരാണ്? N മാധവറാവു. ഓക്കെ അല്ലേ? ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നസറുദ്ദീൻ അഹമ്മദ്. ആരാണ്? നസറുദ്ദീൻ അഹമ്മദ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വസ്തുത ഏതെന്നാണ് ചോദ്യം. 1. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ശരിയാണ്, വകുപ്പ് 326 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നത്. 2. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. തെറ്റാണ്, 326 നമ്മൾ പറഞ്ഞു. 3. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അതും ശരിയാണ്. 4. 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. അത് തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരി. അപ്പോൾ സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ്. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം തിരഞ്ഞെടുപ്പുകളെ സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ അനിവാര്യമാണ്. തിരഞ്ഞെടുപ്പുകളെ സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ എങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനമാണ് വേണ്ടത്? സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനമാണ് വേണ്ടത്. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് ഏതൊക്കെ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, അതുപോലെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വതന്ത്രവും നീതിപൂർവമായിട്ട് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന് വേണ്ടിയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവ. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്? ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ എന്തൊക്കെയാണ്? ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ലാതെ എന്ത് ചെയ്യാം? പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 18 വയസ്സായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിന് അർഹതയുണ്ട്. ഇന്ത്യയിൽ എങ്ങനെയാണ്? 18 വയസ്സായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിന് അർഹതയുണ്ട്. ഓക്കെ, ഈ ബോക്സിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു എന്നാണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ എന്തുണ്ട്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നിട്ടുണ്ട്. ഭരണഘടന അനുച്ഛേദം 326 കണ്ടോ? നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന ഇതാണ്. ഭരണഘടന അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാ ഇവിടെയുണ്ട്. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. എന്നാൽ 1987
9-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്തായി? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് കുറച്ചു. 1989-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും എത്രയായിട്ട് കുറച്ചു? 18 ആയിട്ട് കുറച്ചു. ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നിരുന്നത്. ഇനി അടുത്തതാണ് എന്ത്? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനപ്രതിനിധിയാകാനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റ് അയോഗ്യതകൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റ് അയോഗ്യതകൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. മത്സരിക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. മത്സരിക്കുന്നതിന് എന്താണ്? കുറഞ്ഞ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രായപരിധികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 35 വയസ്സാണ്. അതുപോലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 35 വയസ്സ്. അതുപോലെ രാജ്യസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള പ്രായപരിധി 30 കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 30 വയസ്സാണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ആണെങ്കിൽ അത് 25 വയസ്സാണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ആണെങ്കിലുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 25 വയസ്സ്. നഗരസഭകൾ, പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണെങ്കിൽ 21 വയസ്സാണ് പ്രായപരിധി. കുറഞ്ഞ പ്രായപരിധി 21 വയസ്സ് നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിലാണ്. ഓക്കെ അല്ലേ? രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനും 35 വയസ്സ്, രാജ്യസഭാ തിരഞ്ഞെടുപ്പിലേക്കാണെങ്കിൽ 30 വയസ്സ്, ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ആണെങ്കിൽ 25, നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കും ആണെങ്കിൽ 21 വയസ്സുമാണ് കുറഞ്ഞ പ്രായപരിധി. അടുത്തതാണ് എന്ത്? സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനാധിപത്യം ഫലപ്രദമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവും ആയിരിക്കണം. ഇത് സാധ്യമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. അപ്പോ ജനാധിപത്യം ഫലപ്രദമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. ഇത് സാധ്യമാകണമെങ്കിലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന ഒരു സമിതിയാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും. ആരൊക്കെയാണ് 3 അംഗങ്ങള്? ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ഇവരെ സഹായിക്കാനായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ആരുണ്ട്? ചീഫ് ഇലക്ടറൽ ഓഫീസർ അഥവാ മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ല. തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിപുലമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടോ? ഇല്ല. എന്താ ചെയ്യുന്നവര്? ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയമിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യും? തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയമിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ആരാ? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോ? പഞ്ചായത്ത്, നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നതാണ് ആര്?
സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. പഞ്ചായത്ത് നഗരഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. ഏതാണ് ഭേദഗതി? 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയിലൂടെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്. ഓക്കെ അല്ലേ? ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകള്? തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കല്, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. ഇത്രയുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, തിരഞ്ഞെടുപ്പ് കണക്കുകൂട്ടലുകൾ, തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ. ഇത്രയുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരിയാണ്. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യണം? രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. 2. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ എന്ത് വേണം? രാജ്യസഭയുടെ അംഗീകാരം വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. അത് തെറ്റാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഉണ്ട്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ഇത് +1 NCERT +1 ടെസ്റ്റിലെ കട്ടിംഗ് ആണ്. നോക്കാം. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനപരമായ ഒരു സംവിധാനമാണ് രാജ്യസഭ. സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനപരമായ ഒരു സംവിധാനമാണ് എന്ത്? രാജ്യസഭ. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുകയാണ് രാജ്യസഭയുടെ ലക്ഷ്യം. എന്താണ്? സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുകയാണ് എന്തിന്റെ ലക്ഷ്യം? രാജ്യസഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആയതിനാൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കാൻ എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? രാജ്യസഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വിഷയവും നിർബന്ധമായും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിട്ടിരിക്കണം. അതേപോലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. അപ്പോ സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം, അതായത് സംസ്ഥാന നിയമസഭയ്ക്ക് മാത്രം നിയമം നിർമ്മിക്കാൻ കഴിയുന്നതാണ് എന്ത്? സംസ്ഥാന ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റില് രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് അതിനെ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാനായിട്ട്
പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് എന്തിന്റെ അംഗീകാരം ആവശ്യമാണ്? രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. അപ്പൊ ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രാജ്യസഭയുടെ കുറച്ച് അധികാരങ്ങൾ കൂടെ നോക്കാം. ധനേതര ബില്ലുകൾ, ധനബില്ലല്ല, ധന ഇതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അതുപോലെ ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അതുപോലെ ധനബില്ലുകൾക്ക് എന്ത് ചെയ്യാം? ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യാം. ഇനി ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക. നമ്മൾ രാജ്യസഭയുടെ മറ്റ് അധികാരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ ഭേദഗതികൾ അംഗീകരിക്കുക. പിന്നെന്താണ്? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും എന്ത് ചെയ്യാം? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. അടുത്തത് എന്താണ്? രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്ന ആരാണ്? അത് രാജ്യസഭയാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. ഇനി സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകുവാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകാൻ കഴിയുന്ന ആർക്കാണ്? അത് രാജ്യസഭയ്ക്ക് ആണ്. ഒന്നുകൂടെ ഓടിച്ചു പറയാം. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുക. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുക. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുൻകൈ എടുക്കുന്നത് രാജ്യസഭയാണ്. അതുപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന ആരാണ്? അത് സംസ്ഥാന ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നത് ആരാണ്? രാജ്യസഭയാണ്. അതിനുള്ള അധികാരം നൽകാൻ കഴിയുന്നത് രാജ്യസഭയ്ക്കാണ്. ഓക്കെ, ഇതിനോടൊപ്പം നമുക്ക് ലോക്സഭയുടെ അധികാരങ്ങൾ കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? ലോക്സഭയാണ്. ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. നികുതി ചുമത്തല്, വാർഷിക സാമ്പത്തിക കണക്കുകള്, ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നത് ലോക്സഭ. നികുതി ചുമത്തല്, വാർഷിക സാമ്പത്തിക കണക്കുകള്, ബഡ്ജറ്റ് എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു. അതുപോലെ ചോദ്യങ്ങൾ, ഉപചോദ്യങ്ങൾ, തീരുമാനങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ തുടങ്ങിയവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ചോദ്യങ്ങള്, ഉപചോദ്യങ്ങള്, തീരുമാനങ്ങള്, പ്രമേയങ്ങള്, അവിശ്വാസ പ്രമേയങ്ങള് തുടങ്ങിയവയിലൂടെ എന്ത് ചെയ്യുന്നു? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന ആരുടെ ചുമതലയാണ്? ലോക്സഭ. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരെ നീക്കം ചെയ്യുന്നു. പിന്നെയോ കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നു. കമ്മിറ്റികളെയും കമ്മീഷനുകളെയും നിയമിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നത് ലോക്സഭയുടെ ചുമതലയിൽപ്പെടുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവനയാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് നോക്കാം. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്
അംഗങ്ങളായി വരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. അപ്പൊ ഇവിടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 1, 2, 4 ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ഇത് 1993 മനുഷ്യാവകാശ നിയമം പ്രകാരം ഉള്ള ഘടനയാണ്. ഇതിന് 2019 ഭേദഗതി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പഴയ റൂള് പ്രകാരം ഉള്ളതാണ്. എന്നാൽ ഇപ്പോ നിലവില് ഇതില് 2019 എന്ത് ചെയ്തിട്ടുണ്ട്? ഭേദഗതി വരുത്തിയിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് 93 2019 ഭേദഗതിക്ക് ശേഷമുള്ളതും ഒന്ന് നോക്കാം. 1993 മനുഷ്യാവകാശ നിയമപ്രകാരം എങ്ങനെയായിരുന്നു? കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ആളായിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച ആളായിരിക്കണം എന്നായിരുന്നു വ്യവസ്ഥ. പിന്നെയോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനമനുഷ്ഠിച്ച ആളായിരിക്കണം. അതായിരുന്നു മുൻപുണ്ടായിരുന്നത്. അതേപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ 2 വ്യക്തികൾ അംഗങ്ങളായിരിക്കണം. അപ്പൊ മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയ വ്യക്തികൾ എത്ര പേരാണ്? 2. അപ്പൊ ഇത് വെച്ചിട്ടാണ് PSC 1, 2, 4 ആൻസർ ആയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി 2019 ഭേദഗതിക്ക് ശേഷം നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നിലവില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മൊത്തം 6. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് ഉള്ളത്. ഒരു ചെയർപേഴ്സണും പിന്നെ എത്രയാണ്? 5 സ്ഥിരാംഗങ്ങളും. അങ്ങനെ 6 അംഗങ്ങളാണ് ഇപ്പൊ ഉള്ളത്. എവിടെയുള്ളത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അതില് ചെയർമാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ഒരാളായിരിക്കണം. മുമ്പ് എങ്ങനെയായിരുന്നു അത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്ന ആളായിരിക്കണം എന്ത്? മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. അത് പഴയത്. എന്നാൽ നിലവിൽ എന്താണ്? ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ എന്താകാം? സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കാം എന്ത്? കമ്മീഷന്റെ ചെയർമാനായിട്ട് വരുന്നത്. ഇനി മറ്റംഗങ്ങൾ എങ്ങനെയാ? ഇപ്പൊ ചെയർമാൻ അഥവാ ചെയർപേഴ്സന്റെ ഇതെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായി പദവി വഹിച്ച ഒരാളായിരിക്കണം. ഇനി ബാക്കി 5 അംഗങ്ങൾ എങ്ങനെയാന്ന് ഇവിടെ നോക്കാം. മറ്റംഗങ്ങൾ സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരംഗം ഉണ്ടായിരിക്കണം. എങ്ങനെയാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായ ഒരു അംഗം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയിട്ടുള്ള ഒരംഗവും ഉണ്ടായിരിക്കണം. ഹൈക്കോടതി ചീഫ് ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജഡ്ജി ആയ ഒരംഗം ഉണ്ടായിരിക്കണം. ഇപ്പൊ 2 അംഗങ്ങളായില്ലേ? ഇനി 3 പേര് കൂടെയുണ്ട്. അവരെങ്ങനെയാണ്? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ. ഓക്കെ, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളുടെ എണ്ണം എത്രയാണ്? 3. ആ 3 അംഗങ്ങളിൽ ഒരാൾ എങ്ങനെയായിരിക്കണം? വനിതയായിരിക്കണം. ഈ 3 അംഗങ്ങളിൽ ഒരാള് വനിതയായിരിക്കണം. അങ്ങനെ ചെയർപേഴ്സൺ 1, പിന്നെ സുപ്രീം കോടതി ജഡ്ജി, ക്ഷമിക്കണം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം ചെയർപേഴ്സൺ. പിന്നെ മറ്റ് അംഗങ്ങളിൽ ഒരാള് സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തിയായിരിക്കണം. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജിയായ അംഗമായിരിക്കണം. ഇനി ബാക്കി 3 അംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്നുള്ള 3 പേരായിരിക്കണം. ആ 3 പേരിൽ ഒരാള് വനിതയും ആയിരിക്കണം. ഇതാണ് നിലവിലെ വ്യവസ്ഥ. ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ,
ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺമാര്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണർ. ഇങ്ങനെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചീഫ് കമ്മീഷണറും എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. ഇനി മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു കമ്മിറ്റിയുണ്ട്. ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഒപ്പം ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്ന് കൂടെ നോക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളെയാണ് അടുത്തത് നോക്കുന്നത്. അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി. അപ്പൊ പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും. പിന്നെയോ പിന്നെ ആരൊക്കെയുണ്ട്? ലോക്സഭാ സ്പീക്കർ ഉണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ആരൊക്കെയുള്ളത്? പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ശ്രദ്ധിക്കണം, രാജ്യസഭയുടെ അധ്യക്ഷനല്ല. ഓപ്ഷനിൽ ചിലപ്പോൾ എന്ത് തരും? രാജ്യസഭാ അധ്യക്ഷൻ എന്ന് തരും. തെറ്റിപ്പോകരുത്. രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. ഇത്രയും പേരടങ്ങുന്ന അംഗങ്ങൾ അടങ്ങിയ കമ്മിറ്റിയാണ് മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ചോദ്യം. ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. അപ്പോ 1 ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ സി. കേന്ദ്ര യുവജന കായിക വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. അപ്പൊ നമുക്ക് ക്യാബിനറ്റ് മന്ത്രിമാരെ ഒന്ന് നോക്കിയാലോ കുറച്ച്. 2024 കേന്ദ്ര മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 31 പേരാണ് ഉള്ളത്. പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പിന്നെ എന്താണ്? പേഴ്സണൽ, പൊതുപരാതി, പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, സുപ്രധാന നയ വിഷയങ്ങള്, അതുപോലെ മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും. ഇത്രയുമാണ് നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. പ്രതിരോധം, രാജ്നാഥ്. ഓക്കെ, പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ് ആണ്. ആഭ്യന്തരവും സഹകരണവും അമിത്ഷായാണ്. ആഭ്യന്തരം അമിത്ഷാ. ഓക്കെ അല്ലെ? ആഭ്യന്തരം അല്ലെങ്കിൽ ആഭ്യന്തരം അതോടൊപ്പം സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്ന ആരാണ്? അമിത്ഷായാണ്. ഇനി റോഡ് ഗതാഗതം, ഹൈവേ ഗതാഗതം, ഗഡ്കരിയാണ്. റോഡ് ഗതാഗതം, ഹൈവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിയാണ്. ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം ഇതാരാണ്? JP നഡ്ഡ. ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് ആര്? JP നഡ്ഡ. അതുപോലെ കുടുംബക്ഷേമവും രാസവളവും ഇദ്ദേഹത്തിന്റെ വകുപ്പുകളാണ്. അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. അതുപോലെ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം നിർമ്മല സീതാരാമനാണ്. ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. വിദേശകാര്യം S ജയശങ്കർ ആണ്. ഊർജം ആരാ? മനോഹർ ലാൽ ഖട്ടർ. നമ്മൾ ഖട്ടറിലൊക്കെ വീഴുമ്പോൾ എന്ത് പറ്റും? നമുക്കുള്ള ഊർജമൊക്കെ പോകും. അപ്പൊ ഊർജം കൈകാര്യം ചെയ്യുന്നത്
മനോഹർലാൽ ഖട്ടറാണ്. അതുപോലെ ഘനവ്യവസായവും ഉരുക്കും HD കുമാരസ്വാമിയാണ്. ഘനവ്യവസായം, ഉരുക്ക് HD കുമാരസ്വാമി. വാണിജ്യവും വ്യവസായവും പീയൂഷ് ഗോയൽ. വാണിജ്യം വ്യവസായം ആരാണ്? പീയൂഷ് ഗോയലാണ്. വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്നുള്ളത് എന്താണ്? നമ്മുടെ ധർമ്മമാണ് അല്ലെ. അപ്പൊ വിദ്യാഭ്യാസം ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് എന്ത്? വിദ്യാഭ്യാസം എന്നുള്ളത്. വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ. ചെറുകിട ഇടത്തരം സംരംഭം ആരാണ്? ജിതൻ റാം മാഞ്ചി. ചെറുകിട ഇടത്തരം സംരംഭം അഥവാ MSME വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജിതൻ റാം മാഞ്ചിയാണ്. പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം ഇത്രയും വകുപ്പ് ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലലൻ സിംഗ് ആണ്. രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലലൻ സിംഗ് ആണ് പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി. രാജീവ് രഞ്ജൻ സിംഗ് അഥവാ ലലൻ സിംഗ് ആണ്. അടുത്തത് സർബാനന്ദ സനോവാൾ ആരാണ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗത മന്ത്രിയാണ് ആര്? സർബാനന്ദ സോനോവാൾ. തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ. സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാർ. വ്യോമയാനം റാം മോഹൻ നായിഡു ആണ്. വ്യോമയാനം ആരാണ്? റാം മോഹൻ നായിഡു. ഭക്ഷ്യ ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം ഇത്രയും പ്രഹ്ലാദ് ജോഷിയാണ്. ഭക്ഷ്യ ഉപഭോക്തൃകാര്യം, പൊതുവിതരണം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. നമ്മൾ നേരത്തെ പറഞ്ഞത് വെറുതെ ഊർജമാണ്. ഊർജ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഖട്ടറാണ്. മനോഹർലാൽ ഖട്ടറാണ്. ഇത് പുനഃസൃഷ്ടിക്കാവുന്ന ഊർജമാണ്. ഇത് പ്രഹ്ലാദ് ജോഷി. പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ജുവൈൽ ഒറാം ആണ്. ജുവൽ ഒറാം. ജുവൈൽ അല്ല, ജുവൽ ഒറാം. പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ജുവൽ ഒറാം. ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് ആണ്. ടെക്സ്റ്റൈൽസ് കൈകാര്യം ചെയ്യുന്നത് ഗിരിരാജ് സിംഗ്. റെയിൽവേ, വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്, IT ആരാണ്? അശ്വിനി വൈഷ്ണവ് തന്നെയാണ്. റെയിൽവേ, വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്, IT അശ്വിനി വൈഷ്ണവ്. കമ്മ്യൂണിക്കേഷൻ, വടക്ക് കിഴക്കൻ മേഖലാ വികസനം ഇത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വകുപ്പുകളാണ്. കമ്മ്യൂണിക്കേഷൻ, വടക്ക് കിഴക്കൻ മേഖലാ വികസനം ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. അതുപോലെ പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം ഭൂപേന്ദ്ര യാദവ് ആണ്. ഭൂമിയുടെ ഓർത്താ മതി. ഭൂമി പരിസ്ഥിതി അല്ലേ. പരിസ്ഥിതി, വനം, കാലാവസ്ഥയൊക്കെ ഭൂമിയിൽ വരുന്നല്ലേ. അപ്പൊ ഭൂപേന്ദ്ര യാദവ് ആണ് ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരികവും ടൂറിസവുമാണ്. വനിതാ ശിശു വികസനം അന്നപൂർണ ദേവിയാണ്. വനിതാ ശിശു വികസനം ആരാണ്? പേരിൽ നിന്ന് തന്നെ കിട്ടും, അന്നപൂർണ ദേവി. അതുപോലെ പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷവും കിരൺ റിജ്ജു. പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷം ആരാണ്? കിരൺ റിജ്ജു ആണ്. പെട്രോളിയം, പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി. പെട്രോളിയം, പ്രകൃതിവാതകം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഹർദീപ് സിംഗ് പുരി. തൊഴിൽ, യുവജനകാര്യം, കായികം ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. തൊഴില്, യുവജനകാര്യം, കായികം ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യാണ്. യുവജനങ്ങൾക്ക് തൊഴിലുണ്ടെങ്കിൽ പിന്നെ മനസ്സിന് സുഖം വേറൊന്നും വേണ്ടല്ലേ. അപ്പം യുവജനങ്ങൾക്ക് തൊഴിലുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മനസ്സുഖമുള്ള കാര്യമാണ്. അപ്പം തൊഴില്, യുവജനകാര്യം, കായികം ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. കൽക്കരി ഖനി കിഷൻ റെഡ്ഡി. കിഷൻ റെഡ്ഡിയാണ് കൽക്കരി ഖനി. ഭക്ഷ്യ സംസ്കരണം ചിരാഗ് പസ്വാൻ. ജലശക്തി CR പാട്ടീൽ. ജലശക്തി CR പാട്ടീൽ. ഇത്രയും ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. ഇനി സഹകരണ വകുപ്പ് മന്ത്രിമാരൊക്കെയാണ്? സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ 5 പേരും
അല്ലാണ്ട് 36 സഹമന്ത്രിമാരുമാണ് നമുക്കുള്ളത്. ഓക്കെ, ഇപ്പൊ ക്യാബിനറ്റ് മന്ത്രിമാരെ പഠിക്കുക. ഇതിന്റെ PDF PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ആവശ്യമുള്ളവർ കയറി പഠിക്കുക, നോക്കി പഠിക്കുക. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇതിലേതാണെന്നാണ് ചോദ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകളാണ് ചോദ്യം. 1. 15ാമത്തെ പ്രസിഡന്റ്. 15ാമത്തെ പ്രസിഡന്റ് ആണ് ആര്? ദ്രൗപദി മുർമു. 14ാമത്തെ പ്രസിഡന്റ്. തെറ്റാണ്, 14 അല്ല 15 ആണ്. 3. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശരിയാണത്. 4. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ളതാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ചൊന്ന് നോക്കാം. ഭരണകക്ഷിയായ NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ദ്രൗപദി മുർമു ഐക്യപ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയെ 947 വോട്ടിന് പരാജയപ്പെടുത്തി ഇന്ത്യയുടെ 15ാമത് പ്രസിഡന്റായി. അപ്പം NDA സ്ഥാനാർത്ഥിയാണ്. പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആരായിരുന്നു? യശ്വന്ത് സിൻഹ. ഐക്യപ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം, യശ്വന്ത് സിൻഹ. ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? 947 വോട്ടിനാണ് പരാജയപ്പെടുത്തി ഇന്ത്യയുടെ 15ാമത് പ്രസിഡന്റായിട്ട് ദ്രൗപദി മുർമു മാറിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത ആരാണ്? സുപ്രീം കോടതിയിലെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന NV രമണ. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഇവർ ജനിച്ചത് സന്താൽ വിഭാഗത്തിലാണ്. ദ്രൗപദി മുർമു ജനിച്ചത് സന്താൾ വിഭാഗത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആരാണ്? ഇപ്പോ ദ്രൗപദി മുർമു ആണ്. ഇതിനു മുൻപ് ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. രാഷ്ട്രപതിയായിരുന്ന നീല സഞ്ജീവ റെഡ്ഡി ആയിരുന്നു ഇതിനു മുൻപ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്ന് പറയുന്നത്. അതുപോലെ KR നാരായണൻ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 25ാം വാർഷിക ദിനത്തിലാണ് ആര് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ശ്രീമതി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. KR നാരായണൻ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 25ാം വാർഷിക ദിനത്തില്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിതയാണ് ആര്? ദ്രൗപദി മുർമു. ആദ്യ വനിത പ്രതിഭ പാട്ടീലാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിത ആരായിരുന്നു? പ്രതിഭ പാട്ടീല്. 2ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉപർബേഡ ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? ദ്രൗപദി മുർമു ജനിച്ചത്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉപർബേഡ ഗ്രാമത്തിലാണ് ജനിച്ചത്. രാഷ്ട്രപതിയാകുന്നതിന് മുൻപ് ജാർഖണ്ഡ് ഗവർണർ പദവി വഹിച്ചിരുന്നു. രാഷ്ട്രപതിയാകുന്നതിന് മുമ്പ് എന്തായിരുന്നു? ജാർഖണ്ഡ് ഗവർണർ പദവി ഉണ്ടായിരുന്നു. ജാർഖണ്ഡിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു രാഷ്ട്രപതി മുർമു. ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ജാർഖണ്ഡ് ഗവർണർ ചോദിച്ചാലും ദ്രൗപദി മുർമു തന്നെയാണ്. 2015 മുതൽ 2021 വരെയായിരുന്നു കാലാവധി. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ജാർഖണ്ഡ് ഗവർണർ ആരാണ്? ദ്രൗപദി മുർമു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് 2022 ജൂലൈ 18-നാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2022 ജൂലൈ 18-ന്. ഫലപ്രഖ്യാപനം 2022 ജൂലൈ 21-നായിരുന്നു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് 2022 ജൂലൈ 18-നും ഫലപ്രഖ്യാപനം 2022 ജൂലൈ 21-നുമായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് 2022 ജൂലൈ 25-നുമാണ്. ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ദിവസം ഏതാണ്? 2022 ജൂലൈ 25-ന്. ഇതിനോടൊപ്പം നമുക്ക് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കൂടെ നോക്കാം. നിലവില് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. നിലവിലെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ. 16ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പായിരുന്നു 2022 നടന്നത്. ഉപരാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ.
ഉപരാഷ്ട്രപതിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ്? 14ാമത്തെ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ. ഇദ്ദേഹം രാജസ്ഥാൻ സ്വദേശിയാണ്. ജഗദീപ് ധൻഖർ രാജസ്ഥാൻ സ്വദേശിയാണ്. ബംഗാൾ ഗവർണറായിരുന്നു. ബംഗാൾ ഗവർണറായിട്ടുള്ള വ്യക്തിയാണ് ആര്? ജഗദീപ് ധൻഖർ. എതിർ സ്ഥാനാർത്ഥി മാർഗരറ്റ് ആൽവ. ജഗദീപ് ധൻഖറിന്റെ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? മാർഗരറ്റ് ആൽവ. 2 തവണ ഉപരാഷ്ട്രപതിയായ ആരൊക്കെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഡോക്ടർ മുഹമ്മദ് ഹാമിദ് അൻസാരിയുമാണ് 2 തവണ ഉപരാഷ്ട്രപതിമാര് ആയിട്ടുള്ളവര്. 725 പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പില് 528 വോട്ട് നേടിയാണ് ജഗദീപ് ധൻഖർ വിജയിച്ചത്. 528 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന എന്നാണ്? 2022 ഓഗസ്റ്റ് 6-നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്. 2022 ഓഗസ്റ്റ് 6-നാണ്. ഫലപ്രഖ്യാപനം ഓഗസ്റ്റ് 6-നായിരുന്നു. ഉപരാഷ്ട്രപതിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഓഗസ്റ്റ് 11-ന്. അദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തെന്നാണ്? 2022 ഓഗസ്റ്റ് 11-ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന ആര്? അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഇദ്ദേഹം ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണെന്നാണ് ചോദ്യം. ഏതായിരുന്നു? ഈജിപ്ത് അല്ലെ? ഓപ്ഷൻ ഡി ആണ് ശരി. 1 ശരിയാണ്. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ്. 2023 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി അബ്ദുൽ ഫത്താഹ് അൽ സിസി ആണ്. ഈജിപ്ത് പ്രസിഡന്റ് ആണ്. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരാ? അത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ് ആര്? ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോൺ ആണ് 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു 2024 റിപ്പബ്ലിക് ദിനത്തിലുള്ള മുഖ്യ അതിഥി. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ തീം എന്തായിരുന്നു? വീക്ഷിത് ഭാരത്, അതായത് വികസിത ഇന്ത്യ. പിന്നെയോ ഭാരത് ലോകതന്ത്രാക്കി മാതൃക, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ്. എന്തായിരുന്നു തീം? എന്തായിരുന്നു 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ തീം? വീക്ഷിത് ഭാരത്, ഭാരത് ലോകതന്ത്രാക്കി മാതൃക എന്നുള്ളതായിരുന്നു റിപ്പബ്ലിക് ദിനത്തില് 2024 തീം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഈ 3 ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്ന് ചോദിച്ച കറണ്ട് അഫയർ ചോദ്യമാണ്. ഓക്കെ, അങ്ങനെ 6 മാർക്കിനായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ PDF ഞാൻ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ആവശ്യമുള്ളവര് ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.